ഓക്കെ, എന്തോ നിങ്ങൾ സ്വീകരിച്ചിട്ടാണോ നിങ്ങളുടെ ശരീരം, നിങ്ങൾ ആലോചിച്ചിട്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടായത്? എന്താ നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കിയ ശരീരമാണോ നിങ്ങൾ റൺ ചെയ്യിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്ന പോലും നിങ്ങൾ ചിന്തിച്ചുണ്ടായ ശരീരത്തിൽ നിന്നാണോ? ആണോ? നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്ന ശരീരത്തിൽ നിന്നല്ല നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ശരീരം ഉണ്ടായതിന് ശേഷമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോഴേ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ടല്ല നിങ്ങൾക്കറിവുണ്ടായത്. നിങ്ങൾക്ക് ശരീരം ഉള്ളത് കൊണ്ടാണ്, അവിടെ ജീവനുള്ളത് കൊണ്ടാണ്, ഇതവിടെ ഉള്ളത് കൊണ്ടാണ്. ആ ഉള്ളതിൻ്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. ആ ഉള്ളതിൻ്റെ പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത്. അതല്ലാതെ നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല ഇതൊന്നും. ജീവിതമൊന്നും ചിന്തിച്ച് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല. ചിന്തിച്ച് കണ്ടുപിടിക്കാവുന്ന ഒന്നല്ല ബോധം എന്ന് പറയുന്നത്. മെമ്മറിയും അല്ല ബോധം. അല്ല, അർത്ഥം വേണ്ട. അർത്ഥമില്ലാത്തടത്താണ് അത് പറയുന്നത്. അത് അർത്ഥം കൊടുത്ത് പറയുന്ന ഭാഗമല്ല. അർത്ഥത്തിനവിടെ പ്രസക്തിയില്ല. ഒരു കാര്യം പറയുമ്പോ അതിനെ ചിന്തിക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ പറയാലോ. അതിന്റെ ആ വാദങ്ങൾ തിരസ്കരിക്കും. ഈ മെനയിൽ താങ്കൾ അത്ര മനോഹരമായിട്ട് സംസാരിക്കാനുള്ള പിന്നെ അങ്ങനെ വാദം കൊണ്ടിട്ടുണ്ടാകും. അല്ല, വാദിക്കുന്ന ഭാഗം നിങ്ങളുടേതാണ്. നമ്മളിവിടെ വാദിക്കുന്നില്ല. ഇത് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങൾ ആ ഭാഗം നിങ്ങൾ ഇന്നേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതും നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളോട് 10,000 വട്ടം പറഞ്ഞ്, പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാനുള്ളൊരു ബോധം നിങ്ങളുടെ കൈവശം ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നതിനകത്തല്ല കാര്യം ഇരിക്കുന്നത്. പറയാൻ സാധിക്കുന്നു എന്നുള്ളൊരു ഭാഗത്തിനാണ് സ്ഥാനം കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ബോധം വന്നിട്ടില്ല ഇന്നേവരെ. അപ്പം അത് വരും, നിങ്ങൾക്ക് വരും, എപ്പോഴെങ്കിലും വരും. മനസ്സിലായി? അത് വരുക വരികയില്ലെന്നുള്ള നമ്മുടെ വിഷയമല്ല. വന്നില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ സംസാരിക്കുന്നു. ആ സംസാരത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് തന്നെ. ആ ഭാഗമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. യെസ്, ഗുഡ് മോർണിംഗ് ശരത്, വേണു, ബൈജു, ഗോകുൽ. ആവർത്തനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭാഗം ഒന്ന് പറയാൻ പറ്റുമോ? ഏത് ഭാഗം? ആവർത്തനം. അതെ, ആവർത്തനം. നമ്മളിൽ ഇപ്പോൾ രക്തോട്ടമുണ്ട്. രക്തം എങ്ങനെയാണ്? ആവർത്തിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, അത് സെൻസ് ചെയ്യുന്നുണ്ടാ? അതെ, അത് സെൻസ് ചെയ്യാൻ നമ്മളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് അതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നത്. അവിടെ തനിയെ ഉണ്ടാകുകയാണ്. അതിൽ ആവർത്തിച്ച് ഒരു ഭാഗത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് വേറിട്ട് വരുന്ന ഒന്നിനും അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. ആ ഭാഗം ക്ലിയറാണോ? അവിടെ കറക്റ്റ് അതേ ഭാഗത്തൂടെ നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് വന്നാലും അതവിടെ നിലനിൽക്കത്തില്ല. അതവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആ ഒരൊറ്റ പോയിന്റ് മാത്രം എടുത്താൽ മതി. ഒരൊറ്റ പോയിന്റ് എടുത്താൽ മതി. മനസ്സിലായോ? നമ്മൾ പ്രവൃത്തി എടുക്കുന്ന സമയത്ത്
റാൻഡമായിട്ടുള്ള പല പല ആക്ടിവിറ്റീസ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ആ ആവർത്തനം ഇല്ലല്ലോ സർ. അപ്പം നമുക്ക് ഒരു സെൻറ്റർ കിട്ടാനുള്ളൊരു പോസിബിലിറ്റിയും കുറയുമായിരിക്കും അല്ലേ? എക്സാക്ട്ലി. അതാണ് തോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാത്ത അതുകൊണ്ടാണ്. തോട്ടെന്ന് പറഞ്ഞാൽ സഫറിങ് ആയിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. തോട്ടിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും പിടിപെടുന്നത്. കാരണം അവിടെ കണ്ടിന്യൂറ്റി ഇല്ല. റാൻഡംലിയാണ് എല്ലാത്തിൻ്റെ ആക്സസിബിലിറ്റി റാൻഡംലിയാണ്. അതുകൊണ്ട് ഒരിക്കലും സ്റ്റെബിലിറ്റി ഇല്ല. എക്സാക്ട്ലി. നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ശ്രദ്ധിച്ചാൽ മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ നമ്മൾക്ക് സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്ന് സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞു. സ്റ്റെബിലിറ്റിക്ക് വേറെ യാതൊരു ക്രൈറ്റീരിയയും ആവശ്യമില്ല. നമ്മളിൽ സ്റ്റേബിളായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ടച്ച് ചെയ്താൽ അതിന് ആ പ്രകാരം അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് സ്റ്റെബിലിറ്റി വേണം. ഇല്ലെങ്കിൽ അവിടെ നിലനിൽക്കത്തില്ല. അങ്ങനെ അപ്പം അതുവഴിയാണ് നമ്മൾ നമ്മുടെ ഹാർമണിയുമായിട്ട് കണക്റ്റ് ആകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്റ്റെബിലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വ്യക്തിയുടെ സ്റ്റെബിലിറ്റി മാത്രമല്ല, ആ പ്രകൃതിയിലുള്ള സ്റ്റെബിലിറ്റി, യൂണിവേഴ്സിലുള്ള സ്റ്റെബിലിറ്റി, ഇതെല്ലാമായിട്ട് കണക്റ്റ് ആവും. കാരണം ഇതെല്ലാം പെർഫെക്റ്റായിട്ട് ലോകത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റെബിലിറ്റി നമ്മളിലുള്ളത്. അതുകൊണ്ട് വെറുതെ ഒരു ഭാഗം സ്റ്റേബിളായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റെബിലിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റെബിലിറ്റിയിലോട്ട് പോകും. അത് ക്ലിയർ അല്ലേ? ആക്ച്വലി പ്രകൃതിയിലുള്ള എല്ലാം ആക്ച്വലി ഒരു സർക്കുലർ മോഷനിലാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? എക്സാക്ട്ലി. ഈ സർക്കുലർ മോഷനിൽ പോകാനുള്ള കാരണം എന്താണ്? സർക്കുലർ മോഷനിൽ പോകുന്നതിന് കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ ആ ട്രയാങ്കിൾ എടുത്തത്. മനസ്സിലായി? ഈ സർക്കുലർ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ട്രയാങ്കിളാണ്. മനസ്സിലായ? അപ്പോൾ അവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മുടെ സയൻസ് മാറും. മനസ്സിലായ? ട്രയാങ്കിൾ വരുമ്പോൾ അതിൻ്റെ സയൻസ് മാറി. കാരണം അതിൻ്റെ റീസൺ, ക്രൈറ്റീരിയ, കോസ് മാറി. കാരണം ഡ്യുവാലിറ്റി എന്നൊരു ഭാഗം അവിടെ വരുന്നില്ലല്ലോ. അല്ലല്ല, ട്രയാങ്കിളിൽ നിന്നാണ് സർക്കിളായിട്ട് മാറുന്നത്. പക്ഷെ നമ്മൾ സർക്കുലർ ആക്ടിവിറ്റീസാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ്. അവിടെ നിന്ന് നമുക്ക് ഡ്യുവാലിറ്റി ഉണ്ടാകുന്ന അവിടെ നിന്നാണ്. കാരണം റിപ്പീറ്റേഷൻ കണ്ടില്ലേ? റിപ്പീറ്റേഷൻ കണ്ടുകൊണ്ടാണ് ഡ്യുവാലിറ്റി വന്നത്. പക്ഷെ ട്രയാങ്കിളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡ്യുവാലിറ്റിയും പോയി ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഭാഗവും പോവുകയാണ്. മനസ്സിലായി? അവിടെ വണ്ണസ് വരികയാണ്. ഈ ട്രയാങ്കിളിൽ നിന്നാണ് വണ്ണസ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം സ്പേസും ഇല്ല, ഗ്രാവിറ്റിയും ഇല്ല. ഈ സ്പേസും ഗ്രാവിറ്റി എലിമിനേറ്റ് ചെയ്ത സോഴ്സും അവിടെ ഇല്ല. പൊസിഷൻ മനസ്സിലായ? നമ്മൾ സ്പേസിലും അല്ല, ഗ്രാവിറ്റിയിലും അല്ല. ഇത് രണ്ടിനെ എലിമിനേറ്റ് ചെയ്ത്. എന്നാൽ ഇതിനെ രണ്ടിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സോഴ്സ് അതുമില്ല. ബട്ട് സ്റ്റിൽ എവറിത്തിങ് ഈസ് ദർ. അപ്പോൾ അവിടെ വണ്ണസ് വന്ന് ആ പൊസിഷനിൽ മാറ്റമില്ലല്ലോ. മറ്റ് സർക്കിളിനകത്ത് മാറ്റമുണ്ട്. സർക്കിളിൽ മാറ്റമുണ്ട്. ഈ പൊസിഷനിൽ മാറ്റമില്ല. സ്റ്റെബിലിറ്റി വന്നില്ലേ? ഇക്വിലിബ്രിയം വന്ന്. സാറേ, നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ഇപ്പം രക്തചംക്രമണം സെൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്കിപ്പം ശ്വാസം ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ
അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഒരു സെൻസേഷൻ ഇങ്ങനെ നിരന്തരം ശ്രദ്ധിച്ചാലും ഇത് തന്നെയാണോ സംഭവിക്കുക? ഓഫ് കോഴ്സ്. കാരണം എവിടെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ അറ്റൻഷൻ എന്നുവെച്ചാൽ ഇത് അറ്റൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാകുന്നത്, ഇത് തമ്മിൽ പരസ്പരം സിമിലർ ആകുകയാണ്. മനസ്സിലായ? അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റിയാണ്, വൺ ആൻഡ് ദ സെയിം. അതാണ് അറ്റൻഷൻ. മനസ്സിലായില്ലേ സാർ? ഒന്നുകൂടെ. ഇപ്പം ഞാൻ ശരത്തിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് മനസ്സിലായി? ശരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് തന്നെ എന്നിലും സംഭവിക്കുന്നത്. മനസ്സിലായ? ഇതാണ് ലിസണിങ് എന്ന് പറയുന്നത്. ശരത്തിൽ എന്താ സംഭവിക്കുന്നത് അത് തന്നെ എന്നിലും സംഭവിക്കുന്നത്. അതാണ് അറ്റൻഷൻ കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ശരത്തിന് ലിസൺ ചെയ്യുന്നു. ശരത്തിന് ലിസൺ ചെയ്യുമ്പോൾ ശരത്തിലുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അത് എന്നിലത് ആ ഓർഡറിലോട്ട് വരുന്നു അല്ലേ? ശരത്തിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ശരത്തിനെ കേൾക്കാൻ പറ്റുന്നു. കേൾക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ശരത്തിനെ ഞാൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കേൾവിയിലാണ് ആക്ച്വലി ആ പൊരുത്തം സംഭവിക്കുന്നത്. കേൾവിയിൽ വളരെ അതീവ സൂക്ഷ്മമായിട്ടുള്ള പൊരുത്തം സംഭവിക്കുക. മനസ്സിലായി? ഇപ്പോൾ ഒരാൾ കേട്ടിട്ട് ഇയാൾ അതാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ബന്ധമൊന്നുമില്ല. ഒരു ബന്ധവുമില്ല, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എതിർക്കുകയാണ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് നിലനിൽക്കാനുള്ള പോസിബിലിറ്റി ബ്രേക്ക് ഡൗൺ ചെയ്യണേ ഇത്. പിടികിട്ടിയ? ഈ പൊരുത്തം എന്ന് പറയുന്നത് ആക്ച്വലി സിമിലർ ആയിട്ടുള്ളൊരു മാതൃക നമ്മൾ സെൻസ് ചെയ്യുന്നിടത്താണോ പൊരുത്തം വരുന്നത്? അതെ നല്ല മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാകുകയാണ്, അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ്, അനുഭവിക്കുകയാണ്. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? കണ്ണ് വർക്ക് ചെയ്യണമെങ്കിൽ ബോധം വേണം. കണ്ണ് വർക്ക് ചെയ്യണമെങ്കിൽ ബോധം ഉണ്ടെങ്കിലേ കണ്ണ് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് കാഴ്ചയല്ല. കണ്ണിൻ്റെ പവർ എന്ന് പറയുന്നത് കാഴ്ചയല്ല. കേൾവിയുടെ പവർ എന്ന് പറയുന്നത് കേൾക്കുകയല്ല. എന്താണ്? പൊരുത്തപ്പെടുകയാണ്. മനസ്സിലായോ? അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴെങ്ങനെ മണം അല്ലേ? മണം വരുമ്പോൾ നമ്മുടെ ബോഡി എന്താ ചെയ്യുന്നത്? ബോഡി റെസ്പോണ്ട് ചെയ്യുന്നല്ലേ? അതെ, എന്നിട്ടല്ലേ കഴിക്കുന്നത്. അങ്ങനെ നമുക്കിഷ്ടമില്ലാത്തൊരു മണമുള്ളൊരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മളുടെ ശരീരത്തിൻ്റെ സവിശേഷതയുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യണം മണം. അതുകൊണ്ട് നമ്മൾ വളിച്ച സാധനം കഴിക്കുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം അലൈൻമെൻറ്റാണ്. അപ്പോൾ ഒരാളുമായിട്ടുള്ള നമ്മൾ പരസ്പരമുള്ള ബന്ധം ഇവിടെ ഇല്ലാത്തതാണ് മനുഷ്യൻ രോഗികളാകുന്നത്. പരസ്പരം ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് രോഗം വരുന്നത്. ഉള്ളിൽ ആക്ച്വലി ജഡ്ജ് ചെയ്യുന്നൊരു പോയിന്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാകത്തില്ല അല്ലേ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ഇയാളതാണ്, ഇയാൾ മറ്റേതാണ് എന്ന് നമ്മൾ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ്. മനസ്സിലായി? ശരത്ത് ഇത്തരക്കാരനാണെന്ന് പറയുമ്പോൾ എന്നിൽ ഭയങ്കര സ്ട്രഗിളാണ് സംഭവിക്കുന്നത്. ശരത്ത് പറഞ്ഞത് ഇന്നതാണ് എന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്നിൽ ഭയങ്കര സ്ട്രെയിനാണ് വരുന്നത്. പക്ഷേ ശരത്ത് പറഞ്ഞത് എന്താണെന്ന് പറയല്ല, ശരത്തുമായിട്ട് ആ വോയിസുമായിട്ട് ടാലിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയുമായിട്ട് ടാലി ആകാതെ നമ്മളെങ്ങനെയാണ് ഈ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത്? ആ ടാലി ആകുമ്പോൾ നമ്മളത് ഗ്രഹിച്ചു. അപ്പോൾ അവിടെയാണ് വിദ്യാഭ്യാസം സംഭവിക്കുന്നത്. വിദ്യാഭ്യാസം സംഭവിക്കുമ്പോൾ തടസ്സം തീർന്നില്ലേ? അതുമായിട്ട് താതാമ്യം പ്രാപിച്ചു. അപ്പോൾ അത്രയും മേഖലയിൽ ജീവിക്കാനുള്ള അർഹതയുണ്ടായി. കാരണം ജീവിക്കുക എന്ന് പറഞ്ഞത് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണിത്. മനസ്സിലായേ? ഇതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജീവിതം. അല്ലാണ്ട് നമ്മളുടെ വിചാരം നമ്മളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ജീവിതം. അങ്ങനെയല്ല. ജീവിക്കുക എന്ന് പറഞ്ഞത് ഈ
പ്രകൃതിയിലൊരു ജീവിതം സംഭവിക്കുന്നുണ്ട്. ഉം? അതുമായിട്ട് നമ്മൾ ടാലിയാകുകയാണ് ചെയ്യുന്നത്, മനസ്സിലായ? നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ തണുപ്പുമായിട്ട് അങ്ങോട്ട് താതാമ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായ? ഇപ്പോൾ ഇന്നലെ ഇവിടെ എക്സ്ട്രീം തണുപ്പിലോട്ട് ഇവിടെ പോയി ഇന്നലെ പെട്ടെന്ന്. ഇന്നലെ തണുപ്പിലോട്ട് പോയപ്പോൾ നമ്മൾ ഇവിടെ ആരും ഷർട്ട് എടുത്തിടുകയോ സ്വെറ്റർ എടുത്തിടുകയോ ഒന്നും ചെയ്തില്ല. പകരം ആ തണുപ്പിലോട്ട് മേർജായി. ശരീരം ഇപ്പൊ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് ചൂട് കിടക്കഴിഞ്ഞാൽ അതിന് ശരീരം സമ്മതിക്കട്ടെ. അതെ, ശരീരം സമ്മതിക്കും. അതെ, ശരീരം സമ്മതിക്കണം. ശരീരം സമ്മതിക്കുന്ന ഭാഗത്തോട്ട് ആകണം. അപ്പോൾ ബലം പിടിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീം പൊടി പിടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പൊടി വന്നു കഴിഞ്ഞാൽ അലർജി വരുന്നു. കാരണം എന്താണ്? അവരുടെ റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരൊന്നുമായിട്ട് താതാമ്യം പ്രാപിക്കുന്ന ഭാഗത്തോട്ട് പോയിട്ടില്ല. അങ്ങനെ താതാമ്യം പ്രാപിക്കുന്ന ഭാഗത്തോട്ട് എത്താത്തവർക്ക് പെട്ടെന്ന് അലർജി എന്ന് പറയും. ശ്വാസം മുട്ടൽ വരും, ഭയങ്കര തുമ്മലും ജലദോഷമൊക്കെ വരും. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവർ സർവൈവ് ചെയ്യത്തില്ല. ഇപ്പം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അന്തരീക്ഷമായിട്ട് താതാമ്യം പ്രാപിക്കണം. നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈ എൻവയോൺമെൻറ്റുമായിട്ട് താതാമ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രാപിക്കാത്ത കുറേ ആൾക്കാരുടെ ഭാഗത്താണ് നമ്മൾ ജനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെല്ലാവരുമായിട്ട് നമ്മൾ മാറും. അവരെല്ലാവരിൽ നിന്നും നമ്മൾ മാറിപ്പോവും. കാരണം നമ്മൾ പ്രകൃതിയുമായിട്ട് താതാമ്യം പ്രാപിക്കും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ തനിയെ മാറിപ്പോവും. മാറാതിരിക്കാൻ നിവൃത്തിയില്ല, മാറിപ്പോയേ പറ്റത്തുള്ളൂ. നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകും. നമ്മൾ ഈ പറയുന്ന ജീവിക്കുന്ന ഭാഗത്ത് തുടരുമ്പോൾ ജീവൻ്റെ ഭാഗമില്ലാത്ത വൈബ്രേഷനുമായിട്ടുള്ള ബന്ധം വിടും. ഇതെല്ലാം വൈബ്രേഷൻസാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? തണുപ്പ് വന്നപ്പോൾ ആ തണുപ്പിനെ സോക്ക് ചെയ്ത് ആ തണുപ്പുമായിട്ട് ചേർന്ന് ആ തണുപ്പ് അങ്ങോട്ട് അനുഭവിച്ചു. ഇപ്പോൾ ആ തണുപ്പ് കുറഞ്ഞു വരുന്ന തണുപ്പ് അവിടെ ഉണ്ട്. പക്ഷേ തണുപ്പിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, അല്ലാണ്ട് സ്വെറ്റർ എടുത്തിടുകയാണ്, മനസ്സിലായി? അപ്പോൾ അതുപോലെ തന്നെ ചൂട് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി അതിനനുസരിച്ച് ബോഡിയിൽ റീഫോർമേഷൻ സംഭവിക്കും. അതിനുള്ള പവർ നമുക്കുണ്ട്, ആ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ബോഡിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളവിടെ നിന്ന് മാറണം. എന്നിട്ട് നമ്മൾ പറ്റുന്നിടത്തോട്ട് മാറും. അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, ഉണ്ട്. എല്ലാ എൻവയോൺമെൻറ്റും നമുക്ക് സൂട്ടബിൾ ആകണമെന്നില്ല. ഇപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള സൾഫറാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കാർബൺ ആണെങ്കിൽ, ഇപ്പം നമ്മൾ സിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹൈ കാർബണാണ്. അപ്പം നമ്മളവിടെ നമ്മൾ മാറും. നമ്മളെന്തിനാണ് ഈ കാർബൺ എടുക്കണമെന്തിനാണ്? കാരണം നമ്മുടെ ബോഡിക്ക് ഒട്ടും സൂട്ടബിളല്ല. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാർബൺ എമിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നാച്ചുറലി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടാകത്തില്ല, വരത്തില്ല, മനസ്സിലായോ? നമ്മളവിടെയും സേഫാകുകയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിംഗ് എന്ന് പറയുന്നത് നടത്തിത്തരുന്നത് നമ്മളുടെ സ്പർശനമാണ്. സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അയാളെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാളായിട്ട് അയാളില്ലെങ്കിൽ അവിടെ സ്പർശിക്കാനൊന്നുമില്ല. അയാൾക്ക് പോലും അയാളോട് താല്പര്യമില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ അയാളേക്കാൾ വലുതാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു. അപ്പോഴാണ് അഹങ്കാരം വരുന്നത്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഇയാളേക്കാൾ വലുതാണ്. ആ പറയുന്ന കാര്യത്തിനാണ് മൂല്യം. അപ്പോഴയാളെ നമുക്കൊരിക്കലും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയാൾ റിജക്റ്റ് ചെയ്ത്, അയാൾ വേസ്റ്റാണ്. അയാൾ പറഞ്ഞത് എന്തോ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് അയാൾ പറയുന്നത്. അല്ല, അയാളവിടെ ഉണ്ടായിരിക്കുന്നതിന്
അയാൾ ബഹുമാനിക്കുന്നില്ല. അയാൾക്ക് കാര്യങ്ങളേ ഉള്ളൂ. അയാൾക്ക് കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് അയാളില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഏത് അവസ്ഥയിലിരുന്ന് പറഞ്ഞു എന്നുള്ളതാണ്, ഏത് അനുഭവത്തിലിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നു, അതിലാണ് കാര്യമിരിക്കുന്നത്. അവിടെയാണ് ജീവിതം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഒരാൾ വാർദ്ധക്യം വന്ന് മരിച്ചു പോകുന്നു? കാരണം ചുറ്റുപാടും കാണുന്ന അവസ്ഥയുമായിട്ട് താതാമ്യം പ്രാപിക്കാൻ പറ്റുന്നില്ല, അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പം ശരീരത്തിൽ ക്ഷയം ഉണ്ടാകും, ശരീരം ക്ഷയിച്ചു പോകും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എതിർത്ത് നോക്കിക്കോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എതിർത്ത് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകും. എതിർക്കാതിരുന്നാൽ നമുക്ക് യോഗം ഉണ്ടാകും, അല്ലെങ്കിൽ രോഗം ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കാണാവുന്ന ഒന്നാണ്. രോഗത്തിൻ്റെയും യോഗത്തിൻ്റെയും വ്യത്യാസങ്ങൾ കാണണം. കണ്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇത് തൊട്ടറിയണം. അതിന് ഇതൊരു കഥ പറച്ചിലല്ല. ഇത് ആരോ എഴുതി വെച്ച പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതാകത്തില്ല. അങ്ങനെ പുസ്തകം വായിച്ച് നമ്മൾ നേരെ പാസ്റ്റിലോട്ടാണ് പോകുന്നത്. ഏത് പുസ്തകം വായിച്ചാലും ആ വ്യക്തി പാസ്റ്റിലോട്ടേ പോകത്തുള്ളൂ. കാരണം പുസ്തകത്തിൽ എഴുതി വെക്കാൻ കാരണം എന്താണ്? പുസ്തകത്തിൽ എഴുതി വെക്കാൻ കാരണം നേരിട്ട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, നേരിട്ട് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പുസ്തകത്തിൽ എഴുതുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ആരുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറല്ല. അപ്പോഴാണ് നമ്മൾ എഴുതി വെക്കുന്നത്. നമ്മളുടെ പറയുന്നത് ആയിട്ട് താതാമ്യം പ്രാപിക്കുന്ന മനുഷ്യരുണ്ട്. പിന്നെ ഈ പറയുന്നതിൽ ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാണല്ലോ എഴുതി വെക്കണത്. അതെ. നമ്മളിവിടെ ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തെ എന്തിനാണ് ഒരു ബുദ്ധി ഉണ്ടാക്കി എഴുതിയത് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കാദ്യം ബുദ്ധി വേണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചതാണ്, ശരീരത്തിൽ മാർക്ക് ചെയ്തതാണ്. എന്ത് ചെയ്ത്? ശരീരത്തിൽ മാർക്ക് ചെയ്തു. ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ശരീരത്തിൽ മാർക്ക് ചെയ്യുന്നു. അത് എങ്ങനെയാണ് ചെയ്തത്? ആ ആ ആ ആ എന്ന് 100 പ്രാവശ്യം ആവർത്തിച്ചു. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ ഈ ആവർത്തനത്തിന് സ്ഥാനം കൊടുപ്പിച്ചു, ഫോഴ്സ് ചെയ്ത്. അല്ലേ കുട്ടിയെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ്? കുട്ടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ ടോർച്ചർ ചെയ്താണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വേദനയെ താണ്ടി അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതാണ് ഈ വിശ്വാസം എല്ലാം ടോർച്ചറിങ് ആണ്. ചെറുപ്പത്തിലെ എല്ലാ വിശ്വാസികളും വേദനയുടെ ഉള്ളിലാണ് പെട്ട് കിടക്കുന്നത്. അവർക്ക് വേദനയെ മറികടന്ന് പോകുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറും. അതുകൊണ്ടാണ് വിശ്വാസികൾ ആക്രമിക്കുന്നത്. വിശ്വാസികൾ ആക്രമിക്കും, കാരണം അവരുടെ ഉള്ളിൽ വേദനയിൽ ട്രാപ്ഡാണ്. എല്ലാ വിശ്വാസികളും ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിശ്വാസികൾ അക്രമാസക്തരാകുന്നത് വളരെ ചെറുപ്പത്തിൽ അവരെ വേദനിപ്പിച്ച് വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നു. വിശ്വാസം എന്ന് പറയുന്നതിൽ വിശ്വാസമൊന്നുമില്ല, അതൊരു ശീലം മാത്രമാണ്, അതൊരു അഡിക്ഷനായിപ്പോയി. മനസ്സിലായി? അഡിക്റ്റഡാണ്. വിശ്വാസികളെല്ലാം അഡിക്റ്റഡാണ്, അല്ലാതെ ജീവിക്കുന്ന ഭാഗമൊന്നുമില്ല. സോറി, ആ സെൻസ് ഓഫ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഹാപ്പനിങ്ങിന്റെ ട്രയാങ്കിളിനെ പറ്റി സാർ പറഞ്ഞപ്പോഴേ നമുക്ക് ആദ്യം ആ ഭാഗമാണല്ലോ കിട്ടുക. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അതിന് ചുറ്റും അല്ലെങ്കിൽ ആ തുടർച്ച എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെടുക. വൈസ് വേഴ്സ.
നമ്മൾ തിരിച്ച് മറിച്ചു കൊടുത്താലും ഇപ്പം നമ്മൾ സർക്കുലർ ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്നാലും ഇത് തന്നെ വരും. മനസ്സിലായോ? അവിടെ ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. അതെ 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 രണ്ട്, അതായത് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് തുടർച്ചയും കിട്ടും, അല്ലെങ്കിൽ മറിച്ചാണെങ്കിലും ഈ സെൻസ് ഓഫ് ട്രയാങ്കിൾ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? അതെ 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 ഇതെല്ലാം കണക്റ്റഡാണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളും സർക്കിളും എല്ലാം ഡിസപ്പിയർ ചെയ്യും. മനസ്സിലായി? ഇതെല്ലാം ഡിസപ്പിയർ ചെയ്യും. പക്ഷേ ഇതെല്ലാം അവിടെ ഉണ്ട് തന്നെ. ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ഫോർമേഷൻ്റെ ഭാഗത്താണ് നമ്മൾ ട്രയാങ്കിൾ എന്നൊക്കെ ഒരു ഭാഗം വരുന്നത്. മനസ്സിലായി? ആ ഫോർമേഷനെ ബേസ് ചെയ്ത് വരുമ്പോഴാണ് സർക്കിളും ട്രയാങ്കിളൊക്കെ വരുന്നത്. മനസ്സിലായി? ഈ ഫോർമേഷൻ്റെ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സർക്കിളും ഇല്ല, ട്രയാങ്കിളും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായി? എല്ലാത്തിൻ്റെയും കോഴ്സിലോട്ട് നമ്മളങ്ങോട്ട് അതീവ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ട്രയാങ്കിളും ഇല്ല, സർക്കിളും ഇല്ല. രണ്ട് ജോമെട്രി എന്ന് പറയുന്ന ഭാഗം എടുക്കേണ്ടി വരുന്നത് ഇവിടെ ഈ പറഞ്ഞ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരു ഡെഫിനറ്റ് പാറ്റേണിൽ ചലിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എക്സാക്ട്ലി ആ പാറ്റേണിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജിയോമെട്രി എടുക്കുന്നത് അവിടെ. അല്ലെങ്കിൽ ജിയോമെട്രി ഇല്ല. മനസ്സിലായോ? നമ്മൾ കോൺഷ്യസ്നെസ്സിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ജിയോമെട്രി ബ്രേക്ക് ചെയ്ത് അവിടെ മെമ്മറിയെ ബ്രേക്ക് ചെയ്ത്, മനസ്സിലായി? മെമ്മറിയെ ബ്രേക്ക് ചെയ്ത് ട്രാൻസെൻഡ് ചെയ്ത് ഇതപ്പോൾ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത്. ഇപ്പോൾ സ്റ്റിൽ പാറ്റേൺ അവിടെ ഉണ്ട്. ഈ പാറ്റേൺ പോകുന്നില്ലേ? പാറ്റേണിക്കാണ് അല്ലേ? കാരണം ഈ പാറ്റേൺ അടുത്ത പാറ്റേണുമായിട്ട് കണക്റ്റഡാണ്. സിമിലർ പാറ്റേണുമായിട്ട് കണക്റ്റഡാണ്. സാധാരണ കാലത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് അവിടെ ഒരു പാറ്റേൺ തമ്മിൽ കണക്റ്റഡാണ്. അല്ല, ഞാൻ പാറ്റേണിക് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു പാറ്റേണും വേറൊരു പാറ്റേണോട്ട് സിമിലാരിറ്റി അവിടെ ചേർന്ന് നിൽക്കുന്നു. ഒരു ഫ്രീക്വൻസി അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ഫ്രീക്വൻസിയുമായിട്ട് കണക്റ്റഡ് അല്ലേ? ഇപ്പോൾ 750 ഹേർട്സ്, ആ 750 ഹേർട്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 751 അല്ലേ? അങ്ങനെയല്ലേ പോകത്തുള്ളൂ. അപ്പം അത് ഈ 750 ബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതിൻ്റെ ഒരു കസ്പ് അല്ലേ? ഓവർലാപ്പിംഗ്. നമുക്ക് കസ്പ് എന്നല്ലേ? അതല്ലേ വേർഡ്? അതെ, ഞാൻ കണ്ടുപിടിച്ചതായിരിക്കും ചിലപ്പോൾ. അതിനൊരു ഓവർലാപ്പിംഗ് ഉണ്ട്. അതിൻ്റെ ട്രേസ് 51ൻ്റെയും ട്രേസ് 50ലും ഉണ്ടാവും, 50യുടെ ട്രേസ് 51ലും ഉണ്ടാവും. ഓക്കെ, ഈ ഓവർലാപ്പിംഗ് ആണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ബയാസ്ഡ് ആയിട്ടുള്ള ഭാഗത്തോട്ട് പോകുന്നത്. മനസ്സിലായത്. ഇപ്പം ആ ഓവർലാപ്പിംഗ് ഉള്ളതുകൊണ്ടല്ല ആക്ച്വലി നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓവർലാപ്പിങ്ങിനെ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ 50യിൽ നിന്ന് 51ലോട്ട് കയറുമ്പോഴാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ട്രാൻഡഡായി പോകും. കാരണം അവിടെ ഒരു പൂളാവും. 50യും 51ൻ്റെയും രണ്ടിൻ്റെയും സ്വാധീനമുണ്ട്. പക്ഷേ ക്ലാരിറ്റി ഇല്ല. 50 ആണോയെന്ന് ചോദിച്ചാൽ 50 അല്ല, 51 ആണോയെന്ന് ചോദിച്ചാൽ 51 അല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡാണ്. സ്റ്റെബിലിറ്റി ഇല്ല. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആക്ച്വലി സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. എക്സാക്ട്ലി. 50യുടെയും 51ൻ്റെയും രണ്ടിൻ്റെയും ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ ഹാലൂസിനേഷനായി, ഇലൂഷനായി. മനസ്സിലായോ? ഹാലൂസിനേഷനായി. ഇലൂഷൻ എന്ന് ഉള്ള ഭാഗം എടുക്കണ്ട, നമുക്ക് ഹാലൂസിനേഷൻ വന്ന് ഇലൂഷൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇലൂഷൻ എന്ന് പറയുന്നത് 50യിൽ നിന്നുകൊണ്ട് 51 ഉണ്ട്, മറ്റൊന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇലൂഷൻ വന്ന് ഇനി ഇതിനകത്തുനിന്ന് അത് മേർജായി വരുമ്പോൾ ഉണ്ടാകുന്ന ട്രേസിലാണ് ഹാലൂസിനേറ്റഡ് ആകുന്നത്. മാനേജബിൾ അല്ല. പിന്നെ മറ്റേത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഒരു പാറ്റേൺ നമുക്ക് ആ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ താതാത്മ്യം പ്രാപിച്ച് നിൽക്കുമ്പം അതിന് തൊട്ട് ആയിട്ട് നിൽക്കുന്ന പാറ്റേണുകൾ അപ്പോഴാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത് അല്ലേ? എക്സാക്ട്ലി.
അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ക്ലാരിറ്റി പ്രോഗ്രസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. അപ്പം ഇനീഷ്യലി ഈ പാറ്റേണിലോട്ട് നമ്മൾ കണക്ട് ആവുന്നതിന് മുന്നേ നമ്മുടെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഫോർമേഷൻ എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിന് സെൻറ്റർ ചെയ്ത് നമ്മൾ നിൽക്കണം. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഫോർമേഷനിലുള്ള ജോയിൻറ്റ്സ് എടുക്കുന്നത്. അതെ, ജോയിൻറ്റ്സ് എടുത്ത് മൂവ് ചെയ്യുമ്പോൾ, ജോയിൻസിനെ കൺസിഡർ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റിലൊരു പാറ്റേൺ കാണാം, അല്ലേ? മൂവ്മെന്റിൽ പാറ്റേൺ പക്ഷേ എന്തിന് വേണ്ടിയിട്ടാണ് നീങ്ങുന്നത്? അവിടെ നമ്മൾ അടുത്തൊരു ഗ്രാഫ് ഉണ്ടാക്കിയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നീങ്ങുന്നത്? വെള്ളത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലേ? ശ്വാസത്തിന് വേണ്ടിയിട്ട്, ശബ്ദത്തിന് വേണ്ടിയിട്ട്, പിന്നെ വെളിച്ചത്തിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതും നമുക്ക് ഡെഫിനറ്റ് ആവും. നമ്മൾ ഈ സിനിമ പോസ്റ്റേഴ്സൊക്കെ കാണുന്നു, അല്ലെങ്കിൽ വീഡിയോ കാണുന്നു, ഇതെന്താണ്? ഇത് ലൈറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലേ? കളർഫുള്ളായിട്ട് ഇതെല്ലാം ലൈറ്റിനെ ആശ്രയിക്കുന്നതാണ്. ഇതെല്ലാം ലൈറ്റുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ബന്ധം പ്രോപ്പർ അല്ലെങ്കിൽ എന്ത് പറ്റും? ഇതിൻ്റെ ഇമ്പ്രഷൻ ഉള്ളിൽ വീഴുമല്ലേ? എന്നിട്ട് ഞാൻ കണ്ട അതെ, ഇമ്പ്രഷൻ ഉള്ളിൽ വീണിട്ട് ഞാൻ കണ്ട കാഴ്ച ഇത് സ്വപ്നമായിട്ട് മാറും. ഇത് സ്വപ്നമായിട്ട് മാറും. അവിടെ ഡൈജസ്റ്റീവ് പവറില്ല, വീക്കാണ്. സാർ, ഈ ജോയിൻസിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് ആ പാറ്റേൺ സെൻസ് ചെയ്യുന്ന ഭാഗം ഒന്നും കൂടെ പറയാം, കിട്ടിയില്ല. ഒന്നും കൂടി. ജോയിൻസിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് പാറ്റേൺ സെൻസ് ചെയ്യുന്ന ഭാഗം ഒന്നും കൂടെ പറയാം. അതെ അതെ അതെ, നമ്മുടെ ആക്ടിവിറ്റീസ്, ഒരു ഡെയിലി ചോറസ് ഇല്ലേ, അല്ലേ? ഡെയിലി റൊട്ടീനുണ്ട്. ഈ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ അല്ലേ? അതെ, ഇതെന്തിനു ബേസ് ചെയ്താണ്? ഈ റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു പാറ്റേണാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഉറക്കം കഴിയുമ്പോൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവിടെ വീണ്ടും മൂവ്മെൻറ്റ്സ് വന്ന് ഈ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്താണ് എഴുന്നേൽക്കുന്നത്. അവിടെയും നമുക്കൊരു കൃത്യത കാണാം, റിപ്പീറ്റേഷൻ കാണാം, അല്ലേ? എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? ഇപ്പോൾ താഴെ കിടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ താഴെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് റെഗുലറായിട്ട് എഴുന്നേൽക്കുന്നതിനൊരു കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പാറ്റേൺ ഇല്ലേ? അത് കറക്റ്റാണെങ്കിലല്ലേ ബാലൻസ് ഉള്ളൂ, അല്ലേ? അത് കറക്റ്റാണെങ്കിലേ ബാലൻസ് ഉള്ളൂ. ഈ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്, അല്ലേ? അതെ, അവിടെ ആ മൂവ്മെൻറ്റ്സ്, നമ്മളുടെ ജോയിൻസ്, പിന്നെ എന്താണ്? ആ സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായോ? ആ സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്, എൻ്റെ ശരീരം താഴത്ത് കിടന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഭാഗത്തോട്ട് മാറണമെന്നുണ്ടെങ്കിൽ സ്പേസുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റായിട്ട് ആക്സസിബിലിറ്റി ഉണ്ടാകണം. എന്നിട്ട് സ്പേസുമായിട്ടുള്ള ബന്ധം മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അപ്പോൾ എന്താ ചെയ്യുന്നത്? സ്പേസുമായിട്ടുള്ള ബന്ധം മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ആക്ടിവിറ്റി പ്രോണാണ്. ശ്രദ്ധിക്കണേ, എന്താണ് ചെയ്യുന്നത്? ആക്ടിവിറ്റിയാണ് ഈ സ്പേസുമായിട്ടുള്ള ബന്ധത്തെ ഡിഫൈൻ ചെയ്യുന്നത്. എത്രത്തോളം സോഫ്റ്റായിട്ട് ആക്ടിവിറ്റിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്പേസുമായിട്ടുള്ള ബന്ധമാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്.